രാവിലെ തന്നെ ദേ ഞാൻ അടുക്കളയിൽ എത്തിയിട്ടുണ്ട്. അടുക്കളയിൽ എത്തിയപ്പോഴത്തേക്കും ചേട്ടൻ ഒരു ചായയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ചേട്ടനാ രാവിലെ എഴുന്നേറ്റ്. അപ്പൊ ചായ കുടിച്ചോണ്ടിരുന്നപ്പോഴത്തേക്കും ചേട്ടൻ ഒരു കോള് വന്നു. പിന്നെ അത് കൊണ്ടു കൊടുത്തു. ചോറ് തിളപ്പിച്ചത് കുക്കറിനകത്തേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ക്യാരറ്റ് മെഴുക്കുപുരട്ടിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഉപ്പുമാവ് ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പണി കഴിയുമ്പോഴത്തേക്കും വേസ്റ്റ് മൊത്തം ഈ ഒരു പാത്രം നിറയും. പിന്നെ അത് വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് മാറ്റി അങ്ങ് കഴുകി വെക്കും. ഇത്രയും നാടൻ മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കടയിൽ നിന്ന് വാങ്ങുന്ന വരവ് മുട്ട മാത്രമേ കഴിക്കാറുള്ളൂ. നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ ഹാപ്പി ആയിട്ട് ഓടിപ്പാഞ്ഞ് നടക്കുന്നുണ്ട്. കുറച്ചുപേര് കൂട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി കാത്തു നിൽക്കുന്നുമുണ്ട്. അപ്പോൾ ഉപ്പുമാവ് ഇളക്കാനായിട്ട് ഞാൻ ചേട്ടനെയാണ് ക്ഷണിച്ചത്. അപ്പൊ ഇന്ന് ഉപ്പുമാവ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് നെയ്യ് കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിന്റെ ഒരു ടേസ്റ്റിന്റെ സന്തോഷത്തിലാണ് ചേട്ടൻ അടിപൊളി ഉപ്പുമാവാണെന്ന് പറഞ്ഞത്. അപ്പൊ ചേട്ടന്റെ ഇഷ്ടപ്രകാരമാണ് ഇന്ന് ഉപ്പുമാവിലെ നെയ്യൊക്കെ ചേർത്ത് ഉണ്ടാക്കിയത്. നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റിയുമായിട്ട് ഉപ്പുമാവ് കിട്ടും എന്ന് പറഞ്ഞാണ് ചേട്ടൻ നെയ്യൊക്കെ ചേർത്തത്. പക്ഷെ എനിക്ക് അതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. കാരണം വെയിറ്റ് ലോസ് ആഗ്രഹിച്ചിരിക്കുന്ന എന്നിലേക്ക് നെയ്യ് എന്ന് പറയുമ്പം എനിക്ക് അതങ്ങ് ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ നമ്മുടെ ക്യാരറ്റ് മെഴുക്ക് പുരട്ടി അവിടെ റെഡി ആയിട്ടുണ്ട് ചേട്ടൻ. പിന്നെ ഏതെങ്കിലും ഒരു പാചകത്തിലേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തുള്ള പാചകത്തിലും കൈ കടത്തും എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. അപ്പോൾ ഉപ്പുമാവ് അവിടെ റെഡി ആയിട്ടുണ്ട്. കൂടാതെ കുറച്ച് മുട്ട കൂടി പൊരിച്ചിട്ടുണ്ടായിരുന്നു. അന്നത്തേക്ക് ചോറ് വെന്തിട്ടുണ്ട്. ചേട്ടൻ തന്നെയാണ് ചോറ് വാർത്ത് തന്നത്. അങ്ങനെ ലഞ്ച് ബോക്സ് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പൊ ക്യാരറ്റും കുറച്ച് തൈരും അതുപോലെ തന്നെ മുട്ട പൊരിച്ചതുമായിരുന്നു നമ്മുടെ ലഞ്ച്. അപ്പൊ പോയിട്ട് വരാം. ടാറ്റാ.